ഹലോ ആൾ, ലാലേട്ടന്റെ നേര് എന്ന പടം കണ്ടു. ആ ഒരു പടത്തെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആർജോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേര്, എ ഇമോഷണൽ കോഡ് റൂം ഡ്രാമ. ജിത്തു ജോസഫ് ഈ ഒരു പടം ഇറങ്ങുന്നതിന് മുമ്പ് ഏകദേശം ഒരു 100-300 ഇന്റർവ്യൂസിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മൊത്തം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് കോഡ് റൂം ഡ്രാമയാണെന്നുള്ളത്. ഒരു ട്വിസ്റ്റോ ടേൺസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സിനിമയാണെന്നുള്ളത് അദ്ദേഹം കാണുന്ന സ്ഥലത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. റിലീസിന്റെ തലേന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അതിനകത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പ്രതീക്ഷയും ഇല്ലാതെ സിനിമ പോയി കാണാനായിട്ടാണ്. ഞാൻ ഈ ഒരു സിനിമ പോയി കാണുന്നതും ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ്. ഇതിനു മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ കോഡ് റൂം ഡ്രാമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് മേൽവിലാസം എന്ന സുരേഷ് ഗോപി പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു അത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നേരിനെ ഒരു കംപ്ലീറ്റ് കോഡ് റൂം ഡ്രാമ എന്ന് പറയാനായിട്ട് എനിക്ക് മനസ്സ് വരുന്നില്ല. കാരണം മേൽവിലാസം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു റൂമിനകത്ത്, ഒരു കോർട്ട് റൂമിനകത്ത് മാത്രം കാണിച്ചു പോകുന്ന ഒരു സിനിമയാണ്. പക്ഷെ നേരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ല. എനിക്ക് ഈ ഒരു സിനിമയെ ഒരു ഇമോഷണൽ ത്രില്ലർ എന്ന് വിളിക്കാനാണ് ഇഷ്ടം. കാരണം ജിത്തു ജോസഫ് പറഞ്ഞതുപോലെ അല്ല, കുറച്ചൊക്കെ ത്രില്ലിംഗ് എലമെന്റ്സും, അത് ഞാൻ കാര്യം എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാം. കുറച്ചൊക്കെ ത്രില്ലിംഗ് എലമെന്റ്സും ഒരു ഇമോഷണലി പ്രേക്ഷകനെ നന്നായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ ഒരു സിനിമ മൊത്തത്തിലുള്ള ഒരു കോർട്ടിനകത്ത് നടക്കുന്ന ഒരു സംഭവം മാത്രമല്ല, വെളിയിലുള്ള കാര്യങ്ങളും ഒക്കെ കാണിച്ചു പോകുന്ന ഒരു ഇമോഷണൽ ത്രില്ലർ അല്ലെങ്കിൽ ഇമോഷണൽ ഡ്രാമ എന്ന രീതിയിൽ പരിഗണിക്കാവുന്ന ഒരു സിനിമയാണ് നേര്. ഞാൻ ഈ ഒരു ഒപ്പീനിയൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. ആ ഒരു വർഷ കാലയളവിൽ ഇത്രയും സംതൃപ്തി നൽകിയ ഒരു ലാലേട്ടൻ പടം കണ്ട് ഞാൻ തിയേറ്റർ വിട്ട് വന്നിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണ് നിറഞ്ഞുപോയി. അമ്മാതിരി ഒരു തീപ്പൊരി ലാലേട്ടനെ ഞാൻ നേര് എന്ന ഈ ഒരു സിനിമയ്ക്കകത്ത് കണ്ടു. ഈ ഒരു സിനിമയുടെ മേക്കിംഗ് സ്റ്റൈലിൽ ജിത്തു ജോസഫ് പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ ദൃശ്യത്തിന്റെ അതേ ഒരു മേക്കിംഗ് രീതി. ദൃശ്യം എന്ന് വെച്ചാൽ അതേ കണക്ക് സസ്പെൻസോ ട്വിസ്റ്റോ ക്ലൈമാക്സിലുണ്ട് എന്നല്ല ഞാൻ പറയുന്നതും. ഒരു മേക്കിംഗ് സ്റ്റൈൽ കാണുമല്ലോ, ക്യാമറാസ് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് യൂസ് ചെയ്തിരിക്കുന്ന വിധമായാലും എല്ലാം സാക്ഷാൽ ദൃശ്യത്തിന്റെ അതേപോലത്തെ ഒരു മേക്കിംഗ് സ്റ്റൈലാണ് നേര് എന്ന സിനിമയ്ക്കുമായിട്ടും ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ ഉപയോഗിച്ചിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ജിത്തു ജോസഫ് എന്ന ഡയറക്ടറിനുപരിയായിട്ട് എനിക്ക് ജിത്തു ജോസഫ് എന്ന സ്ക്രിപ്റ്റ് റൈറ്ററെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം. അത് ഡിറ്റക്റ്റീവ് തൊട്ട് ദൃശ്യം 2 വരെ ആയാലും ഇപ്പം നേരായാലും അദ്ദേഹം അത് ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. റിട്ടൺ ബ്രില്യൻലി എന്ന് തന്നെ പറയേണ്ടി വരും. അമ്മാതിരി സ്ക്രിപ്റ്റ് ആണ്. ജിത്തു ജോസഫ് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ 10 മിനിറ്റിൽ നമുക്ക് ആ ഒരു ക്രൈം നടക്കുന്നുണ്ട്. ആ ഒരു ക്രൈമിന്റെ പ്രതിയെ ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ ഈ ഒരു സിനിമയുടെ കഥ പ്രേക്ഷകന് ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട്. ഇയാളാണ് ഈ കഥയിലെ ഈ ഒരു ക്രൈം നടത്തിയ പ്രതി എന്ന് ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട്. പിന്നെ എവിടെയാണ് ഈ ഒരു ത്രില്ലിംഗ് എലമെന്റ് എന്നല്ലേ? ഈ ഒരു പ്രതിയെ കോടതിയിലേക്ക് ഹാജരാക്കുകയും പിന്നെ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ ഒരു സിനിമയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. കോടതിക്കകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ. പക്ഷെ അത് കോടതിക്കകത്ത് മാത്രം നിലനിർത്താതെ കുറച്ചൊക്കെ എൻഗേജിങ് ആയിട്ട് പുറത്തൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് സഞ്ചരിച്ച് വരുന്നതുകൊണ്ട് ഈ ഒരു കഥ. എന്തായാലും ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ബ്രില്യൻലി ആണ് എഴുതിയിരിക്കുന്നത്. അത് ജിത്തു ജോസഫും ശാന്തി മായാദേവി ഈ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നതും കൂടിയുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ബ്രില്യൻലി ഈ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സിനിമയിലെ അഭിനേതാക്കളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു കുറവായി പോകത്തില്ലേ? നമ്മുടെ ലാലേട്ടൻ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എൻ്റെ കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞാണ് ഞാൻ തിയേറ്റർ വിട്ട് വന്നത്. ലാലേട്ടന്റെ നല്ല ഒന്നാന്തരം തീപ്പൊരി പ്രകടനം എന്നൊക്കെ പറയത്തില്ലേ, അതാണ് സംഭവം. കിടിലം പ്രകടനം. നമ്മുടെ അധിപൻ എന്ന സിനിമയ്ക്കകത്തൊക്കെ ലാലേട്ടൻ വക്കീലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും കാണാത്ത മറ്റൊരു പുതിയൊരു ലാലേട്ടനെ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കിട്ടുന്നുണ്ട്. ഗംഭീരം എന്നൊന്നും പറഞ്ഞ പോലെ അദ്ദേഹം ആ ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കുകയായിരുന്നു. ഇങ്ങനെ ലാലേട്ടൻ ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് ഒരുപാട് നാളായി. ദൃശ്യത്തിലെ ജോർജ് കുട്ടിക്കൊക്കെ ശേഷം ഒരു കിടിലൻ ക്യാരക്ടർ വിജയ് മോഹൻ എന്ന ആ ഒരു ക്യാരക്ടർ ഗംഭീരമാക്കിയിട്ടുണ്ട് ലാലേട്ടന്റെ ഇന്റർവെല്ലിന് മുമ്പൊക്കെ ഉള്ളൊരു സീനുണ്ട്. ഡയലോഗ്സ് ഒക്കെ കൊണ്ട് ലാലേട്ടനെ എപ്പോഴും പലരും ലിമിറ്റഡ് ആണെന്ന് പറയുന്ന ഒരു സംഭവം, വലിയ നീണ്ട ഡയലോഗ്സ് ഒക്കെ, ഇങ്ങനെ തീപ്പൊരി ഡയലോഗ്സ് ഒക്കെ പറയാനായിട്ടുള്ള ഒരു പരിമിതി ഉണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ കിടിലനായിട്ടാണ് കോടതിക്കകത്ത് ലാലേട്ടൻ ഇങ്ങനെ തീപ്പൊരി ഡയലോഗ്സ് എന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി ഡയലോഗ് പ്രസന്റേഷൻ കിടിലനായിട്ടുണ്ട്. ഇമോഷണൽ സീൻസ് ആയാലും ഇതേ കണക്ക് ഡയലോഗ് ഡെലിവറിയുടെ കാര്യമായാലും എല്ലാം ലാലേട്ടൻ കിടിലനായിട്ടുണ്ട്. ഇതൊരു കംപ്ലീറ്റ് ലാലേട്ടൻ സിനിമയാണ്. തീർച്ചയായിട്ടും ഒരുപാട് നാളായിട്ട് നിങ്ങൾ ലാലേട്ടനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കിടിലൻ ലാലേട്ടന്റെ പ്രകടനം തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരെ അടുത്തുള്ള തിയേറ്ററിലേക്ക് വിട്ടോ, ഒരു സംശയം വേണ്ട, നിങ്ങൾ സംതൃപ്തരായിരിക്കും. പിന്നെ എടുത്ത് പറയേണ്ടത് അനശ്വര രാജന്റെ ക്യാരക്ടർ. വളരെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിൽ. ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു കഥാപാത്രമാണ് അനശ്വര ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഡൺ ബ്രില്യൻലി. വാവ്, കിടിലൻ പെർഫോമൻസ് ആയിരുന്നു അനശ്വരയുടെ. ഈ ഒരു അനശ്വര രാജൻ ചെയ്തിരിക്കുന്ന എല്ലാ മൂവിയിൽ വെച്ച് എടുത്ത് നോക്കിയാലും അദ്ദേഹത്തിന്റെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമ.
കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടൻ വാവ്, അദ്ദേഹം കുറെ നാളായിട്ട് എടുക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഡിഫറൻറ്റ് അല്ലെങ്കിലും ഒരു സീരിയസ് ടൈപ്പ് ഓഫ് റോൾ ആണെങ്കിലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് കാണും. ഇപ്പം നേരത്തെ അഭിനയിച്ച ഫാലിമി എന്ന പടമാണെങ്കിലും കുറച്ച് സീരിയസ് ടൈപ്പ് ആണെങ്കിൽ അതിനകത്ത് കുറച്ച് കോമഡി ഒക്കെ വന്നിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റോളാണ് ഇവിടെ ഇപ്പം നേരിൽ ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വ്യത്യസ്തമായിട്ടൊരു ജഗദീഷ് ചേട്ടനെ, പഴയ സിനിമകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജഗദീഷ് ചേട്ടനെ ഈ ഇടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നേരിലും അദ്ദേഹം നല്ല കിടിലനായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നിസ്സഹായനായിട്ടുള്ള ഒരു അച്ഛന്റെ കഥാപാത്രം ഗംഭീരമായിട്ട് ജഗദീഷ് ചേട്ടൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് സിദ്ദിഖിന്റെ ക്യാരക്ടർ. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഇനി പ്രത്യേകം പറയണ്ടല്ലോ. അതിപ്പോ ഏത് ക്യാരക്ടർ എടുത്ത് കൈ കൊടുത്താലും പെർഫെക്ഷൻ എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്തിരിക്കും സിദ്ദിഖ്. അത് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു വില്ലൻ ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് സിദ്ദിഖ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സിനിമയുടെ വിജയം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമയുടെ പകുതി കഴിയുമ്പോഴത്തേക്കും പ്രേക്ഷകന്റെ ആവശ്യമായിട്ട് മാറുകയാണ്. ഈ ഒരു സിനിമയിലെ ഈ ഒരു പ്രതിക്ക് ശിക്ഷ മേടിച്ച് കൊടുക്കുക എന്നുള്ളത് പ്രേക്ഷകന്റെ ആവശ്യമായിട്ട് മാറുകയാണ്. ആ ഒരു ആവശ്യമായിട്ട് മാറുന്നിടത്താണ് ഈ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. ഇമോഷണൽ ആയിട്ട് പ്രേക്ഷകനെ കണക്ട് ചെയ്യാനായിട്ട് ഇതിനകത്ത് സ്ക്രിപ്റ്റ് വളരെ അധികമായിട്ട് സഹായിക്കുന്നുണ്ട്. കൊള്ളാം, അടിപൊളിയായിട്ട് സിദ്ദിഖിന്റെ ക്യാരക്ടറും സിദ്ദിഖിന്റെ അഭിനയവും ഒക്കെ അതിനകത്തൊരു മെയിൻ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ചില ചലനങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആസ് എ ലാലേട്ടൻ ഫാൻ ഗംഭീരം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ കാര്യം എടുത്തു പറയണം. ഈ ഒരു സിനിമ പ്രേക്ഷകരെ ഇമോഷണലി ടച്ച് ചെയ്യിക്കുന്നതിന്റെ ഒരു പങ്ക് അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനുള്ളതാണ്. ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ദൃശ്യത്തിന്റെ അതേ സ്റ്റൈൽ ഓഫ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ഉറക്കച്ചടവോടെയൊക്കെയാണ് സിനിമ പോയി കാണാനായിട്ട് ഇരുന്നത്. കാരണം ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കിടന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ഉറക്കച്ചടവോടെയൊക്കെയാണ് പോയി സിനിമ കാണാനായിട്ട് ഇരുന്നത്. പക്ഷേ എന്നിട്ടും എന്നെ ഒരുപാട് എൻഗേജ് ചെയ്യിപ്പിച്ച ഒരു സിനിമയായിട്ട് നേരെ മാറിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നേരെ. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ത്രില്ലറാണ് നേരെ. ആസ് എ ലാലേട്ടൻ ഫാൻ ഐ എം വെരി 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 ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്. എന്നെ ഒരുപാട് നാൾക്ക് ശേഷം തിയേറ്ററിൽ പിടിച്ചിരുത്തിയ, പ്രകടനം കൊണ്ട് എൻ്റെ മനസ്സ് നിറച്ച, സാറ്റിസ്ഫൈഡ് ആക്കിയ ഒരു ലാലേട്ടൻ മൂവിയാണ് നേര്. ലാലേട്ടാ പൊളിച്ച് മുത്താണ്. ഇതൊരു തൃശ്ശൂർ പൂരത്തിന് മുമ്പുള്ള വെറും ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരിക്കട്ടെ മനെ. അടുത്തത് നമ്മുടെ മലക്കോട്ടൈ വാലിബൻ.